മക്കളുടെ പേരിൽ ഇനി ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. മുത്തഅല്ലിമീങ്ങളെ ഉള്ളു, പുറകെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ ശ്രദ്ധിക്കണം. നിങ്ങൾ തഹജ്ജുദ് ഉള്ളവരായിരിക്കാം, നിങ്ങൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കാം, സദഖ കൊടുക്കുന്നവരായിരിക്കാം, ഖത്മുകൾ വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞ പോലെ തർത്തീലായിട്ട് അങ്ങനെ ഓതുന്നവരായിരിക്കാം, 24 മണിക്കൂറും പള്ളിയിലായിരിക്കാം. മക്കൾ ഒരു നേരം നമസ്കരിക്കാത്തവനാണെങ്കിൽ വല്ലാഹി സത്യം, ഈ വാപ്പ നാളെ നരകത്തിൽ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കേൾക്കാൻ താല്പര്യമുണ്ടോ? മനസ്സിലായില്ല? വാപ്പ എവിടെയാണ്? 24 മണിക്കൂറും പനവൂർ പള്ളിയിലാണ്, 24 മണിക്കൂർ നമ്മുടെ ഹുദൈബിയയിലാണ്. മക്കള് കഞ്ചാവാണ്, മക്കള് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. മക്കളുടെ വിഷയത്തിൽ അല്പം ഒരു അശ്രദ്ധ വാപ്പാക്ക് സംഭവിച്ചു പോയാൽ 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന വാപ്പ പോകുന്നത് നരകത്തിലേക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളിഅ മൻ യഖൂൽ. ഒരാള് പാപിയാകാൻ മതിയാകുന്നതാണ് അവന്റെ മക്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ അല്പമൊന്ന് ശ്രദ്ധ വന്നു പോയാൽ ആ ഇബാദത്തുള്ള വാപ്പ പാപിയാകാൻ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഒരൊറ്റ ഹദീസ് മതി മനസ്സിലാക്കാൻ. മക്കളെ നമസ്കരിക്കാൻ പറഞ്ഞു വിടൂല. എന്തിനാണ് ഞങ്ങളിപ്പോ മുത്തഅല്ലിമീങ്ങളെ ഈ ഹിഫ്ളിന് വിട്ടു എന്ന് കരുതിയിട്ട് വാപ്പമാര് ഫഖർ നടിക്കരുത്, ആലിമാക്കി എന്ന് കരുതിയിട്ട് വാപ്പമാര് ഫഖർ നടിക്കരുത്. എന്റെ മകൻ ഹാഫിളോ ആലിമോ എന്ന് പറഞ്ഞിട്ട് ജാട കാണിക്കരുത്. മക്കളുടെ വിഷയത്തിൽ മരണം വരെയും നിങ്ങൾ സുരക്ഷിതരാണ്, ഞാൻ സുരക്ഷിതരാണെന്ന് നിങ്ങൾ കരുതരുത്. കാര്യം 2 സഹാബിമാരുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് റജ്ജാൽ റളിയല്ലാഹു അൻഹു, പറയണ്ട, റജ്ജാൽ സഹാബിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മുത്ത് ഹബീബിന്റെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലുക എന്നുള്ളതാണ്. റജ്ജാല് ഹബീബായ തങ്ങളുടെ ചാരത്തിരുന്ന് ഹിഫ്ള് പഠിച്ചു, ഖുർആൻ മനപ്പാഠമാക്കി, ബനു ഹനീഫ ഗോത്രത്തിലെ ഹാഫിള് ഉസ്താദായി. അവസാനം മുസൈലിമ കള്ളപ്രവാചകൻ വന്നപ്പോ മുസൈലിമയെ കൊണ്ട് വിശ്വസിച്ചു, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതുകൊണ്ട് എന്റെ മകൻ ഹാഫിളാണെന്ന് കരുതി ഞാൻ ജാട കാണിക്കണ്ട, എന്റെ മകൻ ആലിമാന്ന് കരുതിയിട്ട് ഞാൻ ജാട കാണിക്കണ്ട, എന്റെ മകൻ ഇൽമിന് പറഞ്ഞു വിട്ടിരിക്കൂ. ഒരാളും മക്കളുടെ വിഷയത്തിൽ ഒരാളും സുരക്ഷിതരല്ല. അത് ഏത് വലിയ പണ്ഡിതനാണെങ്കിലും ശരി, ഏത് സംഘടനാ പ്രവർത്തകനാണെങ്കിലും ശരി, മക്കളുടെ വിഷയത്തിൽ ഞാനും നിങ്ങളും ആരും സുരക്ഷിതരല്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ, സാലിഹത്തുകളാക്കട്ടെ, മക്കളെ ആഖിബത്ത് നന്നാക്കുന്ന മക്കളാക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഗുണം തരുന്ന മക്കളാക്കട്ടെ. വേറൊരു സഹാബി ഉണ്ടായിരുന്നു, മുത്തുനബിയുടെ അടുക്കലിരുന്ന് ഖുർആൻ പഠിച്ച സഹാബിയാണ്, ഹാഫിളാണ്. റോമിലേക്ക് യുദ്ധത്തിന് പോയി. യാത്രാ മധ്യേ ഒരു ടെന്റ് കെട്ടി താമസിച്ചു. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു പെണ്ണിനെ, സുന്ദരിയായ പെണ്ണിനെ കണ്ടു. ഈ സഹാബിയായിരുന്ന വ്യക്തിയുടെയും ആ പെണ്ണിന്റെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ സഹാബിയായിരുന്ന വ്യക്തി ആ പെണ്ണിന്റെ അടുക്കിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞു, നിനക്ക് ഞാൻ സർവ്വതും സമർപ്പിക്കാം, പക്ഷേ നീ എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിയാകണം. തനസ്സറ, ആ വ്യക്തി ക്രിസ്ത്യാനിയായി. ഓർക്കണം, ഹാഫിളായ അള്ളാന്റെ ഹബീബിന്റെ സുഹബത്ത് കിട്ടിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായി. സഹാബാക്കൾ റോമിലേക്ക് പോയി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ സഹാബിയായിരുന്ന വ്യക്തിയെ, ക്രിസ്ത്യാനിയായ വ്യക്തിയെ കണ്ടു. അല്ല മോനെ, നീ ഹിഫ്ള് പഠിച്ചല്ലോ, നിന്റെ ഹിഫ്ള് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോൾ അയാൾ പറയുണ്ടായി, എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി, എല്ലാ ആയത്തുകളും ഞാൻ മറന്നു. പക്ഷേ എന്റെ മനോമുഖത്തിൽ ഒരേ ഒരു ആയത്തേ ഉള്ളൂ, റുബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറയുന്ന ആയത്ത്. നാളെ കാഫിരീങ്ങൾ മഹ്ശറിൽ വെച്ച് വിലപിക്കുന്ന ആയത്താണ്. കാഫിരീങ്ങൾ മഹ്ശറിൽ വെച്ച് പറയും, അല്ലാഹുവേ ഒന്ന് മുസ്ലിമായിരുന്നു എങ്കിലെന്ന് വിലപിക്കുന്ന ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം എംടി, ശൂന്യമായി പോയി, ഡിലീറ്റ് ആയി പോയി. ഈ മുർത്തദ് പറയാണ്. അതുകൊണ്ട് ഹാഫിളായ ആലിമായ മക്കളാണെന്ന് കരുതിയിട്ട് ബാപ്പമാർ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരാളും മക്കളുടെ വിഷയത്തിൽ സുരക്ഷിതരല്ല. ഇന്നൽ അബ്ദ ലയൂഖഫു ഇൻദൽ മീസാൻ, തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു അടിമയെ മീസാൻ എന്ന തുലാസിന്റെ അടുക്കലേക്ക് കൊണ്ടു നിർത്തുകയാണ്. നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ആ അവന്റെ നന്മതിന്മകൾ തൂക്കുന്ന സമയമാണ്. ثم يسأل عن رعاية أهله وماله.
ഇവനോട് ചോദിക്കും ഒറ്റ ചോദ്യം, നിന്റെ മക്കളുടെ വിഷയം എന്താ പറ. ഏതടിമെന്നറിയോ? അംസാലുൽ ജിബാൽ, പർവ്വത സമാനമായ അമലുകളുള്ള വാപ്പ, പർവ്വത സമാനമായ തഹജ്ജുദുള്ള വാപ്പ, പർവ്വത സമാനമായ സുന്നത്ത് കർമ്മങ്ങളുള്ള വാപ്പ, പർവ്വത സമാനമായ ജമാഅത്ത് നമസ്കാരമുള്ള വാപ്പ, 24 മണിക്കൂർ ഇബാദത്താണ്. ആ മനുഷ്യനെ മീസാൻ എന്ന തുലാസിന്റെ ത്രാസിലേക്ക് ചാരത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ അമാലുകൾ തൂക്കപ്പെടുമ്പോൾ അയാളുടെ മുട്ടിടിക്കുകയാണ് വാപ്പാടെ. ഒറ്റ ചോദ്യം, നീ നിന്റെ മക്കളെ നന്നായി വളർത്തിയോ? വാപ്പാടെ ഉത്തരവാദിത്വം വെറുതെ ഒന്നുമല്ല, ചെറുതൊന്നുമല്ല. ചുമ്മാ അല്ല ഖബറിൽ നിന്റെ മക്കളെ ഉപകരിക്കും എന്ന് പറഞ്ഞ് വെറുതെ അല്ല. ദുനിയാവിൽ കഷ്ടപ്പെടണം, വാപ്പ അധ്വാനിക്കണം. നീ നിന്റെ മക്കളുടെ വിഷയത്തിൽ അശ്രദ്ധ പുലർത്തിയോ? നീ നിന്റെ മക്കളുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു? നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ നീ എങ്ങനെയായിരുന്നു? ഉടനെ മലക്കൾ വിളിച്ചു പറയും, ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ മുമ്പിൽ അടിപതറിപ്പോയ മനുഷ്യൻ മറുപടിയില്ല. മക്കളെ നിസ്കാരത്തിന് വേണ്ടി പറഞ്ഞു വിട്ടില്ല, മക്കളെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കച്ചവട ചരക്കാക്കി മാറ്റി. മക്കളെ എല്ലാവരും വളർത്തുന്നത് എന്തുകൊണ്ട്? മക്കളെ പേടിക്കുന്നു, മക്കളെ നാളെ ചെലവിന് തരുമോ ഇല്ലയോ എന്നുള്ള ഭയപ്പാടാണ്. ആ വിഷയത്തിൽ വാപ്പ പരാജയപ്പെട്ടു. ഇബാദത്തുള്ള വാപ്പ നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബിക്ക് അറ്റാക്ക് വന്നത് മക്കളുടെ വിഷയത്തിലാണ്. ഒരു സഹാബിക്ക് അറ്റാക്ക് വന്ന മക്കളുടെ വിഷയത്തിൽ. നമുക്ക് അറ്റാക്ക് വരുന്നത് എങ്ങനെയാണ്? ചിട്ടി അടിച്ചില്ല എങ്കിൽ, ലോണ് പാസ്സായില്ല എങ്കിൽ, ഇതല്ലേ നമ്മുടെ അറ്റാക്ക്. അല്ലെ ഇപ്പൊ ഈ അടുത്ത് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് മകനെ പോക്സോ കേസിൽ പിടിച്ചു, അറ്റാക്ക് വന്ന് മരിച്ചു. വാപ്പ അറ്റാക്ക് വന്ന് മരിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കേൾക്കുന്നുണ്ടോ ഇത്? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു സഹാബി ഒരായത്തിറങ്ങിയപ്പോ അറ്റാക്ക് വന്ന് മരിച്ചു. എന്താ ആയത്തറിയാം? മക്കളുടെ വിഷയത്തിലാണ്. ഈ സാസിൽ വാപ്പാമാരെന്ന് കൈവക്കിക്കുക. വാപ്പമാർ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 പേര്, 13 പേര്. അൽഹംദുലില്ലാഹ്. ആവുന്നല്ല. അമീൻ സാഹിബും പാപ്പായ. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. ഇടിയുള്ള ഉറപ്പിച്ചോ. മക്കളുള്ള വാപ്പാമാര്, ഞാൻ ഉൾപ്പെടെ, നമ്മളും വാപ്പായി പോയില്ലേ. മക്കളെ കിട്ടണം എന്ന് പറഞ്ഞ് നടന്നു. പക്ഷേ ഇതിന് ഏറ്റവും ഇസഡ് ഓക്കേണ്ടത് വാപ്പാടെ ഉത്തരവാദിത്തമാണ്. ഒരായത്ത് മക്കളുടെ വിഷയത്തിൽ ആയത്തിറങ്ങി, ആയത്ത് അറ്റാക്ക് വന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും نارا وقودها الناس والحجارة. آية عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഇതേ സുഹൃത്താ മക്കളെ? ഹാഫിളുകളുള്ളല്ലേ? ഏത് സുഹൃത്താ ഇത്? ഇപ്പൊ താഹ ഉസ്താദിനെ നോക്കട്ടെ എങ്ങനെയുണ്ട് പഠിപ്പീരൊക്കെ. ഏത് സുഹൃത്താ? വത്തീനിയ. മാഷാ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. എന്താ ആയത്തറിയോ? അല്ല, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈമാൻ പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുമല്ലേ ഞാൻ, അല്ലേ? നിങ്ങൾക്ക് ഈമാന്റെ അഹ്ലുകാരാണല്ലോ. ഈമാൻ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുമല്ലോ നമ്മൾ. അവകാശം അതാണല്ലോ. എന്താ അതിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന ആമനൂ അർത്ഥം എന്താ അറിയോ? അല്ലയോ മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞാൽ ഈമാനും കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ മുഅ്മിനാണ് ആകണമെങ്കിൽ അടുത്ത പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാകണോ? ആണോ? എന്നാൽ അടുത്ത കാര്യം നിങ്ങൾ കേട്ടോ, നിങ്ങൾ അനുസരിച്ചോ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നിങ്ങളെയും നരകത്തിൽ തൊട്ട് നിങ്ങൾ കാക്കണേ. ഈ ആയത്തിറങ്ങിയപ്പോ ഒരു സാബി കുഴഞ്ഞു വീണു. മക്കളുടെ വിഷയം ഓർത്തിട്ടെ പേടിച്ചുപോയി. അത് ചെറിയ സഹാബിയല്ല, വലിയ വൃദ്ധനായ ഒരു സഹാബി. മക്കളുടെ വിഷയത്തിൽ ഓടി വന്നു, വേച്ച് മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നിട്ട്, യാ റസൂലല്ലാഹ്, നബിയെ
മക്കളുടെ വിഷയത്തിൽ വല്ലാത്ത പ്രയാസത്തിലാണ്. അറിയില്ല മക്കളെ നാളെ ജഹന്നമെന്ന് നരകത്തിൽ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് അറിയില്ല നബിയെ. എന്ത് ചെയ്യുന്നറിയില്ല. നബിയെ, നരകത്തിലെ കല്ല് ഉണ്ടല്ലോ, കല്ല്, നരകത്തെ കത്തിക്കുന്ന കല്ല്, അത് ഈ ദുനിയാവിലെ കല്ലാണോ നബിയെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസഖറത്തു മിൻ സഖരി ജഹന്നം അഅളു മിൻ ജിബാലി ദുനിയ. ദുനിയാവിലെ പർവ്വതങ്ങളെക്കാളും വലുതാണ് നരകത്തിലെ ഒരു ചെറിയ കല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മക്കളുടെയും ഭാര്യയുടെയും വിഷയം ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ട് ആ സഹാബി അറ്റാക്ക് വന്ന് അപ്പോഴേ മരിച്ചു, താഴെ വീണു. ഫഇദൻ ഹുവ ഹയ്യുൻ. നബി തങ്ങൾ കൈവച്ച് നോക്കി, വല്ലം പൾസുണ്ടോന്നൊക്കെ നോക്കി. അപ്പൊ ചെറിയ ജീവനുണ്ട്. ഫഇദൻ ഹുവ ഹയ്യുൻ, ചെറിയ ജീവനുണ്ട്. ഉടനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സഹാബി സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. ഈ ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ട്, യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം. നാളെ മക്കളുടെ വിഷയം ചോദിക്കുമ്പോൾ ന്യായം പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വരരുത്. കണ്ടാ, ലാ തഅ്തദിറുൽ യൗം. നാളെ ന്യായം പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വരല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ദുനിയാവിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കളെ മാന്യമായ നിലയിൽ വളർത്തണേ, ദീനീ ചര്യയോടുകൂടി നിങ്ങൾ വളർത്തണേ, അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണേ, തൗഹീദിൽ അടിയുറച്ച് നിർത്തണേ. ലാ തഅ്തദിറുൽ യൗം. ഇന്നത്തെ ദിവസം ന്യായവുമായി എൻ്റെ മുമ്പിൽ വരല്ലേ. സൂറത്തു തഹരീമിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ. നാളെ ആഖിറത്തിലേക്ക് വന്നുകൊണ്ട് ഈ മക്കൾ നമുക്കെതിരാകുകയാണ്, എതിരെ സാക്ഷി നിൽക്കുകയാണ്. ഈ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. ഞങ്ങളെ നശിപ്പിച്ച ഈ മാതാവിനെ, ഞങ്ങളെ നശിപ്പിച്ച ഈ പിതാവിനെ അല്ലാ നീ സ്വർഗത്തിലേക്ക് വിടുകയാണോ അല്ലാ? പറ്റുല്ല റബ്ബേ, വിളിച്ചു കിടത്തു റബ്ബേ. നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ. ഇവരെ ഒന്ന് ഇവിടെ മലർത്തിക്കെടുത്തുമോ അല്ലാ? അവരുടെ മുകളിൽ ഞാനൊന്ന് ചവിട്ടി നിൽക്കട്ടെ അല്ലാ. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. അല്ലാ, ഞാൻ വഴിപിഴയ്ക്കാൻ ഈ മാതാപിതാക്കള് കാരണമാണല്ലാ. അവർക്ക് എന്നെക്കാളും 2 ഇരട്ടി ശിക്ഷ നൽകണേ അല്ലാ. മക്കള് പറയും, ഇവിടെ ദുനിയാവിൽ ലോണിട്ട് പഠിപ്പിച്ച മക്കള്, എഞ്ചിനീയറും ഡോക്ടറും വലിയ ആലിമും ആക്കിയ മക്കള്, പാപ്പാക്ക് ഗുണമില്ല, ഉമ്മാക്ക് ഗുണമില്ല, ദീനിന് ഗുണമില്ല. ആ മക്കള് ആഖിറത്തിൽ എതിരാവും. ദുനിയാവിലല്ല, ആഖിറത്തിലെ കാര്യം പറയാം. അതുകൊണ്ട് അള്ളാഹു മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. എന്താ വഴി? ഒറ്റ വഴി, ദുആ. ദുആ കബൂലിയത്തുള്ള സ്ഥലത്ത്, ദുആ കബൂലിയത്തുള്ള സമയത്ത്, ദുആ കബൂലിയത്തുള്ള മഹാന്മാരുടെ ഹളറത്തിൽ പോയിട്ട്, ഖബറിന്റെ ചാരത്ത് പോയിട്ട്, ദുആ കബൂലിയത്തുള്ള സാലിഹ്യങ്ങളുടെ മജ്ലിസിൽ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യും. അതല്ലാതെ മക്കളുടെ വിഷയത്തിൽ യാതൊരു വഴിയില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ, സാലിഹത്തുകളാക്കട്ടെ. കാര്യം ആമീൻ പറയാത്ത ഇവർക്ക് മക്കളില്ലാത്തതുകൊണ്ടാണ്, മുത്തല്ലിമകളല്ലേ. ആ മക്കളുള്ളവർ കുറച്ചു പേരല്ലേ ഉള്ളൂ, അവരുടെ ആമീനല്ലേ ഉള്ളൂ ആകെ. അള്ളാഹു സാലിഹ്യങ്ങളാക്കട്ടെ, നമ്മളെ സാലിഹ്യങ്ങളാക്കട്ടെ. ഒറ്റ ദുആ ഖുർആൻ പഠിപ്പിച്ചു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ഒരൊറ്റ ദുആ അല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാഹു എന്റെ ഭാര്യയെ മക്കളെ നീ ഖുർറത അയിൻ, കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണം. എന്താ കണ്ണിന് കുളിർമ?
തഫ്സീർ പരിശോധിക്കണം. 6-7 കണ്ണിന് കുളിർമ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ ഭാര്യയും എന്റെ മക്കളും കണ്ണിന് കുളിർമയുള്ളവരാക്കണം. നോക്കുമ്പോ സമാധാനം ഉണ്ടാകണം. ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ, മക്കളുടെ മുഖത്ത് നോക്കുമ്പോ കണ്ണിന് കുളിർമ ഉണ്ടാകണം. എന്താണ് കണ്ണിന് കുളിർമ? ഖുർറത്ത അയ്യുനി എന്ന് പറഞ്ഞാൽ എന്താണ് തഫ്സീർ? ഒന്ന്, മക്കളുടെ ദുനിയാവിലെ സലാഹിയത്ത് കണ്ടായിരിക്കണം. മക്കള് ജമാഅത്തിന് പങ്കെടുക്കുമ്പോ, മക്കള് ജുമായ്ക്ക് പങ്കെടുക്കുമ്പോ, മക്കള് നിസ്കരിക്കുന്നത് കാണുമ്പോ, മക്കള് സദഖ കൊടുക്കുന്നത് കാണുമ്പോ, മക്കളുടെ നന്മയായ പ്രവർത്തനം കാണുമ്പോ വാപ്പാക്കുണ്ടാകുന്ന കണ്ണിന്റെ ആനന്ദം, അതാണ് ഒന്ന്. 2, വാപ്പ മരിക്കാറായി കിടക്കുമ്പോ അള്ളാ ഫോട്ടോ കാണിക്കും. നീ ദുനിയാവിൽ മക്കളെ നന്നായി വളർത്തിയല്ലോ, ഭാര്യ നന്നായി വളർത്തിയല്ലോ, നീ പോകുന്ന അതേ സ്വർഗത്തിൽ ഇതാ നിന്റെ മക്കളുണ്ട്, നിന്റെ ഭാര്യയുണ്ട്. ഇത് കാണുമ്പോ മരണാസന്നനായി കിടക്കുന്ന വാപ്പാടെ കണ്ണിന്റെ കുളിർമ. 2, 3, മണ്ണിന്റെ അടിയിൽ നിന്ന്, ഖബറിൽ നിന്ന് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സന്ദർഭം വരും. എഴുന്നേൽക്കുമ്പോ ഇവൻ ആദ്യം ചോദിക്കുന്ന ഐന വലദി, ഐന സൗജത്തി, എന്റെ ഭാര്യ എവിടെ, എന്റെ മക്കളെവിടെ ചോദിക്കും. എഴുന്നേറ്റ് ചോദിക്കും. അപ്പൊ തൊട്ടപ്പുറത്തെ മക്ബറയിൽ നിന്ന് തന്റെ മക്കളും ഭാര്യയും ചാടി എഴുന്നേറ്റ് വരും. ഇത് കാണുമ്പോ വാപ്പാക്കുണ്ടാകുന്ന കണ്ണിന്റെ കുളിർമ അള്ളാഹ് കാണാൻ തൗഫീഖ് തരട്ടെ. ആഖിറത്തിൽ ഒരുമിക്കാൻ പോവാ അവര്. അള്ളാഹ് തൗഫീഖ് തരട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ قَالُوا إِنَّا كُنَّا قَبْلُ فِي أَهْلِنَا مُشْفِقِينَ فَمَنَّ اللَّهُ عَلَيْنَا وَوَقَانَا عَذَابَ السَّمُومِ وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ. എഴുന്നേക്കും, ചോദിക്കും, എന്റെ ഭാര്യയോടെ, എന്റെ മക്കളോടെ. ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. പറയും, എടാ നമ്മൾ ഒന്നിച്ച് എന്താ അറിയാവോ, ഈ ദുനിയാവിൽ വെള്ളാഞ്ചിറ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ചെറ്റ കൂരയിലിരുന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചെന്താണ്, നാളെ ആഖിറത്തെ ജീവിതത്തെക്കുറിച്ചല്ലേ, നാളെ ആഖിറത്തെക്കുറിച്ചല്ലേ. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ വീണ്ടും ഒരുമിപ്പിച്ചത് എന്ന് വാപ്പ മക്കളോട് പറയും. ഇത് കണ്ടിട്ട് വാപ്പാക്കുണ്ടാകുന്ന ആനന്ദം, ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ദുആ ചെയ്യണം. എല്ലാവരും ദുആ ചെയ്യും, ദീർഘായുസ് കിട്ടണേ, ദീർഘായുസ് കിട്ടുമൊന്നുമില്ല കേട്ടോ. ദീർഘായുസ് ഒരാൾക്കും കിട്ടൂല. അള്ളാഹ് നിശ്ചയിച്ചതേ 60 വയസ്സ്, 60 വയസ്സ്, അതിന്റെ അപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല. തലേന്ന് ആരും മരിച്ചിട്ടില്ല, അന്ന് തന്നെ മരിക്കും. ഇന്നവരെ ആരെങ്കിലും തലേന്ന് മരിച്ചിട്ടുണ്ടോ? മരിച്ചിട്ടില്ല. 61 പോവില്ല, 60 പോവില്ല, 59 പോവില്ല, കറക്റ്റ് 60ന്റെ അന്ന് തന്നെ മരിക്കും. ദീർഘായുസ് കിട്ടുന്ന പരിപാടിയേ ഇല്ല. സഹാബാക്കൾ ചർച്ച ചെയ്ത് ദീർഘായുസിനെ കുറിച്ച്. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ വന്നു, ഇന്നല്ലാഹ ലാ യുഅഖിറു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരൊറ്റ ഒരാളുടെ അജലെത്തി കഴിഞ്ഞാൽ ആരെയും പിന്തിക്കൂല എന്ന് മുഹമ്മദ് നബി മുസ്തഫ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞ എന്താണ്? ഒരാളുടെ സമയം എത്തി കഴിഞ്ഞാൽ പിന്നെ പിന്തിക്കൂല, ആ സമയത്ത് തന്നെ പിടിക്കുമെന്നാണ്. പിന്നെ എന്താണ് ദീർഘായുസ് എന്നറിയോ? അയ്യർസുഖല്ലാഹുൽ അബ്ദ ദുർരിയതൻ സാലിഹതൻ യദഊന ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീർഘായുസ് എന്ന് പറഞ്ഞാൽ ദീർഘായുസിനെ തേടുന്നവർക്ക് അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ നൽകും, സാലിഹത്തുകളായ മക്കളെ നൽകും. വാപ്പ 60ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ സാലിഹ്യങ്ങളായ മക്കളിലൂടെ അവരെ വാപ്പ അമരനായി ലോകത്ത് ജീവിക്കും. മക്കൾ 5 പേരുണ്ട്, അവർക്കൊരു 60 വയസ്സ് 70 വയസ്സ് വെച്ച കൂട്ടിക്കോ. ഈ ആയുസ്, മക്കളുടെ ആയുസ്സും കൂടെ കൂട്ടിയിട്ട് അള്ളാഹു ആ വാപ്പാക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ 7 എടുത്ത് നോക്കുമ്പോ 300 വയസ്സ് സജ്ജാദ്. ഞാൻ ചോദിക്കും, അള്ളാഹ് 300 വയസ്സോ? ഞാൻ ആകെ 70 വയസ്സല്ലേ ജീവിച്ചുള്ളൂ, 300 വയസ്സോ? അപ്പൊ അള്ളാഹ് പറയും, നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 4 മക്കളുണ്ട്. മക്കളുടെ ആയുസ് സാലിഹ്യങ്ങളായ മക്കളായിരുന്നു, അവരുടെ ആയുസ് കൂട്ടും. അപ്പൊ 300 വയസ്സുണ്ട്, 4 മക്കളുടെ ഈ ലോകത്ത് 300 വർഷം ജീവിച്ചു. എന്റെ 70, 370. ഈ 300 വർഷം ഈ സാലിഹ്യങ്ങളായ മക്കള് ഇവിടെ അനുഷ്ഠിക്കുന്ന ദാനധർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം വാപ്പാട് അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് ദീർഘായുസ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദീർഘായുസ് വേണോ? സാലിഹ്യങ്ങളായ മക്കളിലൂടെയാണ്. അള്ളാഹു സാലിഹ്യങ്ങളായ മക്കളെ തരട്ടെ, തന്ന മക്കളെ അള്ളാഹ് സാലിഹ്യങ്ങളാക്കട്ടെ. ദുആ അല്ലാതെ വേറെ ഒരു ഐഡിയ ഇല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ദുആ ചെയ്തത് സാലിഹായ മക്കൾക്ക് വേണ്ടിയാണ്. ലോകത്തെ ഒരു പ്രവാചകൻ തൗഹീദിന് വേണ്ടി അടിയുറച്ചു നിന്ന ഇബ്രാഹിം നബി ദുആ ചെയ്തത് സാലിഹായ മക്കൾക്ക് വേണ്ടിയാണ്.
മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മക്കള് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ദുആ ചെയ്തത്. കഅബ പണിത് ഇറങ്ങിയ എന്താ? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹ് എന്നെയും എൻ്റെ സന്താനങ്ങളെയും മുസ്ലിമാക്കണം അല്ലാഹ്. കോമൺ വാക്കാണ് മുസ്ലിം. യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അവൻ ദീനിന് ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാണ്. മുസ്ലിമാക്കണേ അല്ലാഹ്. എത്ര പേരാണ് തൗഹീദിൽ അടിയുറച്ചിരിക്കുന്ന മുസ്ലിമാക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത്? ആരുമില്ല. മക്കളുടെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്ന വാപ്പാ, മക്കളുടെ കച്ചവടത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന വാപ്പാ, മക്കളുടെ നല്ല സമ്പാദ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന വാപ്പാ. യഥാർത്ഥ മുസ്ലിമാക്കാൻ ദുആ ചെയ്യണേ. ഇബ്രാഹിം നബി ആദ്യം ദുആ ചെയ്തതാണ്. വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം. എന്റെ മക്കളെ നീ അല്ലാഹുവേ ശിർക്കിന്റെ മക്കളാക്കല്ലേ അല്ലാ. ശിർക്കിന്റെ കോട്ടയിൽ പോയിട്ട് തല വെച്ച് കൊടുക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. പാർട്ടി ഓഫീസുകളിൽ പോയിട്ട് വിവാഹം കഴിക്കേണ്ട മക്കളാക്കല്ലേ അല്ലാ. എത്ര പേര് ദുആ ചെയ്യും? തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന മക്കളാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഓരോ പ്രവാചകന്മാരും ദുആ ചെയ്തത് അങ്ങനെയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ദുആ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് ദുആക്ക് ഖബൂലിയത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്താണ്. എഴുതി വെച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്താണ്. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قال هو من عند الله إن الله يرزق من يشاء بغير حساب. നോക്കണം, മറിയം ബീബിയുടെ മഹത്വം മനസ്സിലാക്കി, 10 വയസ്സുകാരിയായ മറിയം ബീബിയുടെ മഹത്വം മനസ്സിലാക്കിയ ഉടനെ മറിയം ബീബിയുടെ മുമ്പിലേക്ക് വരുന്ന ഭക്ഷണത്തളിക ഒരു മനുഷ്യൻ പോലും കൊണ്ടു കൊടുക്കാനില്ലാത്ത കാലത്ത് മറിയം ബീബിയോട് ചോദിച്ചു, അന്നാലക്കി ഹാദ, ഈ വിഭവങ്ങൾ എവിടെ നിന്ന് കിട്ടി പെണ്ണെ നിനക്ക്? അപ്പൊ പറഞ്ഞു, ഇത് അള്ളാഹ് നൽകിയ റിസ്ക്കാന്ന് പറഞ്ഞു. ഉടനെ ഇത് ചെറിയ പെണ്ണല്ല, ഇത് കറാമത്തുള്ള പെണ്ണാണ്. ഉടനെ ആ സദസ്സിൽ വെച്ച് സക്കരിയ നബി ദുആ ചെയ്യുന്നത് എന്താ അറിയോ? മക്കൾക്ക് വേണ്ടിയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ, ഉടനെ ദുആ ചെയ്തു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബഹ. അല്ലാഹ് നല്ല പരിശുദ്ധരായ മക്കളെ തരണേ അല്ലാഹ്. സക്കരിയ നബി ആദ്യം ദുആ ചെയ്തത് മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ നന്നാണ്. ഖബറിൽ ഉപകരിക്കണോ? മക്കൾ നന്നാണ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. മക്കളിൽ നിന്ന് ഒരു വരുമാനവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവിടെയാണ് നമുക്ക് മക്കളുള്ള ഭയം ഉണ്ടാകുന്നത്. അള്ളയാണ് നമ്മുടെ റിസ്ക്. തവക്കുൽ അള്ളാനെ ഏൽപ്പിക്കുക. മക്കൾ ഭാവിയിൽ നോക്കണമെന്ന് കരുതിയിട്ട് അവരോട് ചൂടാകാതിരിക്കണ്ട. മക്കളിൽ നിന്ന് ഒരു വരുമാനം ഇപ്പോഴേ ദുആ ചെയ്യണം. പടച്ചവനെ, എൻ്റെ സമ്പന്നത നീ നിലനിർത്തണം റബ്ബേ. മക്കൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോളണം എന്നുള്ള നിയത്തിൽ വേണം ജീവിക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ദുആ മറക്കണ്ട. അത് മാത്രമേ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പഠിപ്പിച്ചത്. മക്കളുടെ സൽസ്വഭാവത്തിന് വേണ്ടി, അവർ നമുക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് മുഹമ്മദ് മുസ്തഫ. قال يا سفا على يوسف وبيضت عيناه من الحزن وهو كظيم قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين قال سوف أستغفر لكم ربي إنه هو الغفور الرحيم.
നോക്കൂ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾ ചിലപ്പോൾ അനുസരണക്കേട് കാണിച്ചെന്നിരിക്കും, പക്ഷെ മക്കൾക്കെതിരെ ദുആ ചെയ്തത് ലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യരുതെന്ന് മുഹമ്മദ് മുസ്തഫ സലാത്ത് വോൾട്ടേജ് പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ ഒളിച്ചോടിപ്പോയെന്നിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായ പീഡനം മക്കളിൽ നിന്ന് കിട്ടും, എന്നാൽ പോലും മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്. കാരണം ഈ എതിരെ ദുആ ചെയ്താൽ അള്ളാഹു അത് കബൂലിയത്തിന്റെ സമയമാണെങ്കിൽ അത് കബൂലാക്കിയാൽ പിന്നെ ഈ ശാപം കാണേണ്ടത് ഈ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് മക്കൾക്കെതിരെ ദുആ ചെയ്യരുത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്യണമായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യണമായിരുന്നു. യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു, ചെന്നായ കടിച്ചു കീറി എന്ന് പറഞ്ഞല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കരഞ്ഞു തീർത്തു. മക്കള് വാപ്പായോട് ചെയ്ത കൂടും ക്രൂരത, വഞ്ചനയാണ്, ചതിയാണ്. قال يا أسف على يوسف وميضت عيناه من الحزن وهو كظيم. കണ്ണിന്റെ കൃഷ്ണമണിയുടെ തെളിച്ചം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അന്ധനായി പോയി യാക്കൂബ് നബി. അത്രമാത്രം കരഞ്ഞു മക്കളുടെ വിഷയത്തിൽ. എന്നിട്ട് പോലും ആ മക്കളെ പ്രാഗിയില്ല ബഹുമാനപ്പെട്ട യാക്കൂബ് നബി. പിന്നീട് ഒരു ദിവസം ഈ മക്കളെല്ലാം കൂടി വന്നിട്ട് ചോദിച്ചു, വാപ്പാ പൊരുത്തം തരണം. قالوا يا ويلنا قالوا يا أبانا قالوا يا أبانا استغفر لنا ذنوبنا. വാപ്പാ ഞങ്ങൾക്കൊന്ന് പൊരുത്തം നൽകണേ വാപ്പാ, അല്ലാഹുവിനോടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടണം വാപ്പാ. ഇന്നാ കുന്നാ ഖാതീൻ, ഞങ്ങൾ പാപികളായി പോയി അല്ലാ, പാപികളായി പോയി പിതാവേ. ഉടനെ പിതാവ്, നിങ്ങൾ നശിച്ചവരാണ്, നിങ്ങൾക്കിനി ഒരു മാപ്പില്ല, നിങ്ങൾ മുടിഞ്ഞു പോകട്ടെ, നിങ്ങൾ തകരട്ടെ എന്ന് ശപിച്ചില്ല. ആ യാക്കൂബ് നബി ദുആ ചെയ്തു പറയുകയാണ്, ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ നാഥനോട് ഞാൻ പാപമോചനം തേടുമേ, ഞാൻ പൊറുക്കലിനെ തേടുമേ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കണ്ടോ, ഇത്രയും കൊടും അപരാധം വാപ്പയോട് ചെയ്തിട്ട് പോലും ആ വാപ്പ മക്കളെ ശപിച്ചില്ല. അതുകൊണ്ട് പാഠമാണിത്. മക്കളെ അല്പ കുരുത്തക്കേട് കാണിക്കും, ലാ തദൂ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മക്കൾ, സാലിഹായ മക്കൾ ഖബറിൽ ഉപകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഖബറിന്റെ അകത്ത് പിതാവിന് നല്ല സുന്ദരമായ അവസ്ഥകൾ കൊടുക്കുമ്പോ ഈ പിതാവ് ചോദിക്കുന്നു, റബ്ബേ ഇത്രമാത്രം ഖൈറുകൾ തരാൻ ഞാനൊരു നന്മയും ചെയ്തില്ലല്ലോ അല്ലാ, ഇത്രമാത്രം നന്മകൾ തരാൻ, സ്വർഗം തരാ ഞാൻ ദുനിയാവിൽ ഒരു നന്മയും ചെയ്തില്ലല്ലോ റബ്ബേ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിനോട് പറയുകയാണ്, മോനെ നിന്റെ ഖബറിന്റെ മുകളിൽ അതാ ഒരാൾ വന്ന് നിപ്പുണ്ട്, അത് നിന്റെ പുന്നുമോനാണ്, സാലിഹായ മകനാണ്, അവൻ നിനക്ക് വേണ്ടി തേങ്ങിക്കരയുകയാ, നിനക്ക് വേണ്ടി തേങ്ങിക്കരയുകയാണ് പിതാവേ. അവൻ സാലിഹായ മനുഷ്യനായതുകൊണ്ട് അവന്റെ ദുആയാണ് നിന്റെ ദറജ വർദ്ധിക്കാൻ കാരണമെന്ന് അല്ലാഹ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഖബറിൽ മക്കൾ ഉപകരിക്കണോ, ദുനിയാവിൽ മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ അല്ലാഹു സാലിഹീങ്ങളും സാലിഹത്തുകളുമാക്കട്ടെ. ദുനിയാവിലെ സന്തോഷമാണ് മക്കൾ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും മക്കൾ ആനന്ദമാണ്. ഈ ലോകത്ത് നിന്ന് യൗമലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ്. ഒരു ദിവസം നിങ്ങളെയും എന്നെയും തേടിയിരിപ്പുണ്ട്, കാത്തിരിപ്പുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ് ബിഖൽബിൻ സലീം.
അവിടെ മക്കൾ ഉപകരിക്കൂല, അവിടെ സമ്പത്ത് ഉപകരിക്കൂല, നിന്റെ സമ്പാദ്യം ഉപകരിക്കൂല, നിന്റെ മക്കൾ ഉപകരിക്കൂല. സലീമായ ഹൃദയമുള്ളവർ മാത്രമാണ് അവിടെ രക്ഷപ്പെടൂ എന്ന് ഖുർആൻ അല്ലാഹു പറയുകയാണ്. സലീമായ ശാന്തനായ ഹൃദയത്തിന്റെ ഉടമകളാണ് നാളെ ആഖിറത്തിൽ ഉപകരിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ. മക്കൾ ഉപകരിക്കൂലേ? അപ്പൊ ഇത്ര നേരം മക്കൾ ഉപകരിക്കുന്നല്ലേ പറഞ്ഞത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ തഫ്സീർ നിങ്ങൾ നോക്കണേ. സലീമായ ഹൃദയം നിങ്ങൾക്ക് വേണോ? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ സമ്പത്ത് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചോ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഹക്കായ മാർഗത്തിലേക്ക് നിങ്ങൾ വഴി നടത്തിക്കോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, പിതാവേ, മരിക്കുമ്പോ സമാധാനത്തോടെ നിനക്ക് മരിക്കാം. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ സമാധാനത്തോടെ നിനക്ക് വിട പറയാ. ഖബറിൽ ചെല്ലുമ്പോ നിനക്ക് സമാധാനമാ. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴും സമാധാനമാ. അതാണ് സലീമായ ഹൃദയം. മക്കളെ ഹക്കിന്റെ വാഴിയിലേക്ക് വാപ്പ കാണിച്ചു കൊടുക്കണം. ആരാണ് മക്കളെ പിഴപ്പിച്ചത്? ഈ വാപ്പയാണ്, അല്ലേ? ആണോ അല്ലയോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മക്കളെ പിഴപ്പിച്ചതാരാ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്തേക്ക് മുജാദിനാകുന്നത്. എല്ലാ മക്കളും MDMA ഉപയോഗിക്കാൻ വേണ്ടി നിയത്ത് ചെയ്തിട്ടല്ല ഈ ലോകത്തേക്ക് വരുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ശുദ്ധ പ്രകൃതക്കാരനായിട്ടാണ് ഈ ദുനിയാവിൽ വരുന്നത്. നിഷ്കളങ്കരാണ്, പരിശുദ്ധരാണ്. പക്ഷേ അവന്റെ വാപ്പയാണ്, അവന്റെ ഉമ്മയാണ് മറ്റുള്ള സംസ്കാരങ്ങളെ പഠിപ്പിക്കുന്നത്. അവന്റെ മാതാപിതാക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ.